നമസ്കാരം. പാകിസ്ഥാന്റെ അഭ്യർത്ഥനയിലാണ് വെടിനിർത്തൽ നിലവിൽ വന്നതെങ്കിലും എന്തുകൊണ്ടാണ് പാക് ജയിലിൽ വധശിക്ഷ കാത്തുകഴിയുന്ന കുൽഭൂഷൺ യാദവിനെ മോചിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെടാതിരിക്കുന്നതെന്ന് കോൺഗ്രസ് വക്താവായിട്ടുള്ള സന്ദീപ് വാര്യർ സോഷ്യൽ മീഡിയയിൽ കുറിപ്പിലൂടെ ചോദിച്ചിരിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഇത്തവണ തുടങ്ങിയപ്പോൾ മിത്രങ്ങൾ അതിനെ ഹിന്ദു മുസ്ലിം സംഘർഷം ആക്കാനുള്ള തിരക്കിലായിരുന്നു. ഇതിനുശേഷം പാകിസ്ഥാനെ ഞങ്ങൾ തകർക്കാൻ പോകുന്നു, കറാച്ചി പോർട്ട് തകർത്തു, ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ രാഷ്ട്രമാകും, പാക് അധീന കാശ്മീരിനെ തിരിച്ചുപിടിക്കും, മോദിയുടെ ഓരോ ദിവസവും തള്ളിമറിക്കുകയായിരുന്നു മിത്രങ്ങൾ എന്ന് നമ്മുടെ സന്ദീപ് വാരി പോസ്റ്റിൽ പറയുന്നു. ഇപ്പോൾ സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്ന പോലെ മോദി വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ മിത്രങ്ങളെല്ലാവരും സമാധാനപ്രിയരും നയതന്ത്ര വിദഗ്ധരുമായിരിക്കുകയാണ് എന്നും കൂടെ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പാക് അധീന കാശ്മീർ തിരിച്ചുപിടിക്കുന്ന കാര്യമില്ല, ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യമില്ല. മിത്രങ്ങളോട് ഇന്ന് ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ. ഇതുവരെ ചോദിച്ച ഒരു ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. അസഭ്യവർഷം മാത്രമാണ് കിട്ടുന്നത്. എന്നാലും ചോദിക്കട്ടെ, നരേന്ദ്രമോദി അവകാശപ്പെടുന്നത് പോലെ ഇന്ത്യക്ക് അനുകൂലമായ സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ അഭ്യർത്ഥനയിലാണ് വെടിനിർത്തൽ ഉണ്ടായതെങ്കിൽ എന്തുകൊണ്ടാണ് കൽഭൂഷൺ യാദവിനെ മോചിപ്പിക്കണം എന്ന മിനിമം ഡിമാൻഡ് പോലും മോദി വയ്ക്കാതിരുന്നത്? എത്ര കാലമായി ആ പാവം നരകയാതന അനുഭവിക്കുന്നു എന്നാണ് നമ്മുടെ സന്ദീപ് വാര്യർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നത്.